നിത്യാനന്ദ ആശ്രമത്തെക്കുറിച്ചും നിത്യാനന്ദ സ്വാമിയെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നിത്യാനന്ദ സ്വാമിയുടെ ബാല്യകാലത്തെക്കുറിച്ചൊന്ന് പറയാമോ? സ്വാമി ജനിച്ചത് വടകര കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഉമ്മുമ്മ ചാത്തുനായർ, ഉമയമ്മ എന്ന് പറയും, ഉമയമ്മയും ചാത്തുനായരുടെ മകനായിട്ടാണ് ജനിച്ചത്. ചെറിയ വയസ്സിലെ അദ്ദേഹത്തിന് അഷ്ടസിദ്ധിയും ലഭിച്ചിരുന്നു. അദ്ദേഹം ആ സമയത്ത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പലതരത്തിലും ഉപകാരം ചെയ്യുമായിരുന്നു. അപ്പോൾ ഉമയമ്മയും ചാത്തുനായരും അവിടെയുള്ളൊരു വി.ആർ. കൃഷ്ണയ്യരുടെ അച്ഛൻ ഒരു രാമ അയ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് ഇതിൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹം ഈ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ ജസ്റ്റിസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലാണ് ഇവരുടെ ഈ ചാത്തുനായരും ഇവർ ജോലി ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ അടുത്തുനിന്ന് കിട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മ ഈ ഉമയമ്മ ക്ഷേത്രം തൊഴാൻ വേണ്ടി പോയ സമയത്ത് വഴിയിൽ ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് കിടക്കുന്ന കണ്ടു. അങ്ങനെ കുഞ്ഞിനെ അപ്പോൾ ഈ ഇവർ ജോലി ചെയ്യുന്ന ഉടമസ്ഥ, അയാളും അഡ്വക്കറ്റാണോ, അദ്ദേഹത്തിനോട് ഈ സംഗതി പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒന്ന് നോക്കും, ഈ കുട്ടിക്ക് എല്ലാവിധമായിട്ടുള്ള ദൈവിക ലക്ഷണങ്ങളുണ്ടായിരുന്നു. ശംഖുചക്ര ഗദാപത്മം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ അടയാളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ദൈവികമായിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ വളർത്താൻ വേണ്ടി ഇവർക്ക് കൊടുത്തു. അപ്പോൾ രക്ഷിതമായിട്ട് ഈ ചാത്തുനായരും ഉമയമ്മയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു വാദം എന്ന് വെച്ചാൽ അവർ ജനിച്ച സഹോദരന്മാരൊക്കെ ഉണ്ട് വേറെ എന്നും പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ കൊയിലാണ്ടിയിൽ ഈ പറയുന്ന സ്ഥലത്ത് വീടുണ്ട്, ബന്ധുക്കളെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. സ്വാമി ചെറിയ വയസ്സിൽ തന്നെ പല അത്ഭുത കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അത് അവിടെയുള്ള സ്ത്രീകൾ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ കമ്മൽ എന്തോ വീണെന്നും അത് പല ആളുകൾ എടുത്തു നോക്കാൻ വേണ്ടി കിട്ടാതെ അവസാനം ഈ സ്വാമി ബാലനായിരിക്കുക 12 വയസ്സിലെ ഈ പയ്യൻ മുങ്ങി എടുത്ത് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അവിടുന്ന് ഇദ്ദേഹം സഞ്ചരിക്കാൻ വന്നു, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വന്നു. ഈ കാഞ്ഞങ്ങാട് ഇപ്പോൾ ഈ കാണുന്ന ഈ ക്ഷേത്രം നിൽക്കുന്നത് ഒരു ചെങ്കല്ലിൻ്റെ കുന്നാണത്, ഇതുണ്ടാക്കിയതല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്താക്കി വെച്ചാൽ ഇതിനെ തുരന്ന് 44 അറകളുള്ള ഗുഹകളാക്കി. അപ്പോൾ അതിന് അന്ന് ഇദ്ദേഹം ജോലിക്ക് കുറേ ആൾ വരുമായിരുന്നു. ഇദ്ദേഹം പ്ലാനെല്ലാം സ്വാമിയുടെ തന്നെയാണ്, ഗുരുദേവൻ്റെ തന്നെയാണ് പ്ലാനെല്ലാം. അപ്പോൾ അത് പ്രകാരം എത്ര പേര് ജോലിക്ക് വരുന്ന അത്ര പേർക്കുള്ള പണം അദ്ദേഹം പുറത്തു വയ്ക്കും. അപ്പോൾ എല്ലാവരും അവരുടെ ശമ്പളം എടുത്ത് പോയാൽ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല, തികയാതെയും വരില്ല. പക്ഷേ അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണമായിട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥയിലായിരുന്നു ഈ സ്ഥലമൊക്കെ. അതുകൊണ്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു അന്യായമായിട്ട് ഗവൺമെൻറ് സ്ഥലം ഒരാൾ വെട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഗോൺ എന്ന് പറയുന്നത് സായിപ്പ് വന്നിട്ട് ഇദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു, ഈ പണി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുമ്പോൾ ഇദ്ദേഹം വന്നു. അപ്പോൾ എങ്ങനെയാണ് ശമ്പളം എങ്ങനെയാണ് കൊടുക്കുന്നത്? അപ്പോൾ ആക്ഷേപമുണ്ട്, കള്ളനോട്ടടിച്ചിട്ടാണ് ഇദ്ദേഹം ശമ്പളം കൊടുക്കുന്നത്. നാട്ടിലങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് പണം, അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഈ കുളത്തുനിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എടുത്തിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കുറേ 100ൻ്റെ കെട്ട് എടുത്തു വന്നു സ്വാമി എടുത്തു വന്നതിന് ശേഷം ഈ നോട്ടെല്ലാം നല്ല നോട്ടാണ്. അപ്പോൾ അവിടെ എവിടെയാണ് വെച്ചിരുന്നത്, നനഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു മുതലയുണ്ട്, ആ മുതലേൻ്റെ വായിനകത്താണ് പണം വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമസ്കരിച്ചിട്ട് പോകുന്നു. പിന്നെ സ്വാമിയുടെ ബാല്യകാലത്തിൻ്റെ പല അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാത്തതിന് പേരിൽ ഇറക്കി വിട്ടു. അപ്പോൾ ട്രെയിൻ അവിടെ നിന്നു. അതിനുശേഷം ആ ട്രെയിൻ പോയില്ല. പക്ഷേ പാലക്കാട് നിന്ന് വരെ ഡിവിഷണൽ എഞ്ചിനീയർ അവരൊക്കെ വന്നിട്ട് പലതരത്തിൽ റിപ്പയറും ചെയ്ത് നോക്കി, കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ വാഹനം പോകാവുന്നില്ല, തീവണ്ടി പോകുന്നില്ല. അവസാനം ആരോ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്നത്, ആ ട്രെയിനിൻ്റെ ഒരു സൈഡിലിരിക്കുകയായിരുന്നു സ്വാമി. അപ്പോൾ പറഞ്ഞു സ്വാമി ഇതിൽ നിന്ന് ഇറക്കി വിട്ടാന്ന്. അപ്പോൾ അവർ പറഞ്ഞു അത് ഇങ്ങനെ ഒരു സിദ്ധനാണ്, അദ്ദേഹത്തെ കയറ്റി വിട്ടാൽ സംഗതി ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി ഈ ട്രെയിനിൽ കയറ്റിയതിന് ശേഷം സ്വാമി ട്രെയിൻ പോയി എന്നാണ്. അതേപോലെ ഇവിടെ ഈ സ്ഥലമെല്ലാം സ്വാമി വെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാമിയെ പിടിച്ചിട്ട് ഇവിടെ ലോക്കപ്പിലിട്ട സമയത്ത് സ്വാമി എന്താ വെച്ചാൽ ലോക്കപ്പിലിട്ട് പൂട്ടി വരുമ്പോഴേക്കും സ്വാമി പുറത്തുണ്ടാവും. അങ്ങനെ പോലീസുകാരൻ ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് അവസാനം ഇത് നടക്കുന്നില്ല. അദ്ദേഹത്തിന് ലോക്കപ്പിൻ്റെ അകത്ത് പൂട്ടാൻ പറ്റാത്ത സമയത്ത് അദ്ദേഹം അവസാന സംഗതി പറഞ്ഞ് അദ്ദേഹം പോകാൻ വേണ്ടി പറഞ്ഞു. ഇതിൻ്റെ അടുത്ത് തന്നെ കുശാൽ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് പോയാൽ പടിഞ്ഞാറോട്ട് പോയാൽ കുശാൽ നഗർ എന്ന സ്ഥലമുണ്ട്. അത് സ്വാമി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പം അന്ന് നാട്ടുകാരൊക്കെ വന്നിരിക്കും. അന്ന് റേഡിയോ പേപ്പർ വളരെ കുറച്ചാണ് ഉണ്ടായിരുന്നത്. റേഡിയോ ആണ് സാധാരണ, എന്നാലും സാധാരണക്കാരൻ്റെ വീട്ടിൽ അന്ന് റേഡിയോ ഇല്ല. സ്വാമി പക്ഷേ അവിടെ ഇരുന്നിട്ട് ഓരോ നാട്ടിൽ ലോകത്തിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങൾ പറയുമായിരുന്നു. അതായത് ഈ ഹിരോഷിമയിൽ ബോംബിട്ട സമയത്ത് സ്വാമി പറഞ്ഞുമായിരുന്നു, ഇവിടെ ഇങ്ങനെ അമേരിക്കക്കാരൻ ബോംബിട്ട് നിറയെ പേര് മരിച്ചു, നിറയെ കൊന്നു എന്നൊക്കെ പറയുമായിരുന്നു. ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത സമയത്തും റേഡിയോയിൽ വരുന്നതിന് മുമ്പേ സ്വാമി പറഞ്ഞു മഹാത്മാഗാന്ധിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ പ്രവചനങ്ങളും സ്വാമി നേരത്തെ കൂടി പറയുമായിരുന്നു. എല്ലാം അറിഞ്ഞു സ്വാമിക്ക് എന്താ സംഭവിക്കുന്നതെന്നൊക്കെ.
അങ്ങനെ ഇദ്ദേഹം ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കുമ്പള പോയി. ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഗുഹയുടെ ഉണ്ട്, വാതിൽ ഇങ്ങനെ ഗുഹയുടെ മുഖം ഉണ്ട്. അതിൽ കൂടിയ സ്വാമി ബോംബെയിലേക്ക് പോകും. അതിൻ്റെ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വാമി അതിൽ പോവും, ഞാനിതാ ബോംബെയിൽ എത്തിയെന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ സ്വാമിക്ക് സഞ്ചരിക്കാനോ മറ്റുള്ളതിനൊന്നും നമ്മുടെ സാധാരണക്കാരുടെ നമ്മുടെ ഒരു നിയമങ്ങളും ബാധകമായിരുന്നില്ല. അങ്ങനെ സ്വാമിയുടെ ചെറിയ വയസ്സിൽ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ. പക്ഷേ സ്വാമിയുടെ കൂടാണ് തുളസിയമ്മ എന്ന് പറഞ്ഞൊരു അമ്മ. അവർ സ്വാമി പറയുന്ന എല്ലാ വാചകങ്ങളും എല്ലാം എഴുതിയെടുത്തിട്ട് ഒരു ചിതാകാശഗീത എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. സ്വാമി പ്രഭാഷകനൊന്നുമല്ല, സ്വാമി ഇങ്ങനെ തോന്നിയത് പറയും. അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക കാര്യത്തിന് വേണ്ടിയ എല്ലാ സംഗതിയും അവർ ചെയ്തു വെച്ചിരിക്കും. പിന്നെ ഇവിടുന്ന് ഗുരുവനം പറഞ്ഞോ? ഇല്ല. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ ഗുരുവനം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഏകദേശം ഒരു 45 ഏക്കർ സ്ഥലം വരുന്ന വനമാണ്. ആ വനത്തിൽ സ്വാമിയുടെ അവിടെ ഒരു ഗുഹയിൽ ഇരുന്നിട്ടാണ് സ്വാമി തപസ് ചെയ്തതെന്ന് പറഞ്ഞു. ആ തപസ്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാമിക്ക് അഷ്ടസിദ്ധിയും ലഭിച്ചിരുന്നു. അതിൻ്റെ അടയാളമായിട്ട് ഒരു 8 കല്ല് വെച്ചിരിക്കുന്നത് അവിടെ, ഒരു മണ്ഡപം പോലെ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു പൂജാരിയുണ്ട്, അവർ പൂജ ചെയ്ത് വരുന്നു. അവിടെ ഒരു പാപനാശിനി ഗംഗ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഗാ തീർത്ഥമുണ്ട്. അത് എല്ലാ കാലത്തും 365 ദിവസം അതിലെ തീർത്ഥം വരും. അത് ജനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുപോകും. ബോംബെയിലും ആ ഭാഗത്തൊക്കെയാണ് കുറേ ഭക്തന്മാരുള്ളത്. അത് എത്ര ദിവസം വെച്ചാലും ചീത്തയാവില്ല വെള്ളം. അതിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതങ്ങനെ ഗംഗ പോലെ തന്നെയാണ്. ആ സ്വാമി പണ്ട് സ്വാമി ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെയാണ് ഗുരുവനം വരുന്നത്. പിന്നെ ഇവിടുന്ന് കുമ്പള പോയാൽ അവിടെ ഒരു ആശ്രമമുണ്ട്. അത് സ്വാമിയുടെ തന്നെയാണ്, സ്വാമിയുടെ ഒരാശ്രമമാണ്. ഉടുപ്പിയിൽ ഇങ്ങനെ പല ഭാഗത്തുമുണ്ട്. സ്വാമി സാധാരണക്കാർക്കാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടുന്ന് 36-ലും 26-ലാണ് ഈ ഗുഹയുടെ പണി തുടങ്ങുന്നത്. 1931 ഗുഹയുടെ പണി പൂർത്തിയായതിന് ശേഷം സ്വാമി ബോംബെ അതേമാതിരി തന്നെ മറ്റ് ഹിമാലയവും സിലോൺ ഇങ്ങനെ പല ഭാഗത്തും സ്വാമി ചുറ്റി സഞ്ചരിച്ചുകൊണ്ടായിരുന്നു. സ്വാമി എപ്പോഴും പരീക്ഷിക്കലാണ് എല്ലാവരെയും. സ്വാമിയുടെ ഓരോ തരത്തിലുള്ള സ്വാമി ചെയ്യുന്നതൊക്കെ വെറും കാപ്പട്ടി എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്നിരുന്നു. പക്ഷെ സ്വാമിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സിദ്ധനാണ്. നമ്മുടെ നിത്യചൈതന്യയുടെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മ അങ്ങനെ എന്തോ ഒരു പുസ്തകമുണ്ട് ചെറിയ. അതിൽ സ്വാമിയെ പറ്റിയിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ബോംബെയിൽ പോയിട്ട് അവിടെ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇദ്ദേഹം 2ാമത്തെ നിലയിലായിരുന്നു. ഒരു കറുത്ത് അടിച്ച ഒരാൾ വന്ന് നിൽക്കുന്ന പോലെയും. അന്ന് ഈ സൺഷെയ്ഡൊന്നുമില്ല, അങ്ങനെ ഒരാൾക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് സംശയം വരുന്നത് ആൾ നിൽക്കുന്ന സ്വപ്നത്തിൽ കാണുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ അങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് ഈ ധരിച്ച കറുത്ത മനുഷ്യൻ പോകുന്നു. പിറ്റേ ദിവസം കാലത്ത് അവിടെയുള്ളൊരു സേർട്ട് ഒരു കാറുമായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ സ്വാമി പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ട് റെഡിയായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു സ്വാമി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഗണേശ്പുരിക്ക് പോകും. ഗണേശ്പുരിയിൽ അന്ന് ദർശനമില്ലായിരുന്നു. ദർശനം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാമി അപ്പോൾ പുറത്ത് നിന്ന് കാറ്. അപ്പം അദ്ദേഹം ആളെ വിട്ടു, വന്നിരിക്കുന്ന കാരണം അകത്തേക്ക് വിടുന്നു പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വാമിയെ കണ്ട് ആശീർവാദമൊക്കെ വാങ്ങിക്കുന്ന ഒരു അനുഭവം അതിലെഴുതിയിരിക്കുന്നു. സ്വാമി പുതിയ കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചോടെ എല്ലാവരും വീട്ടിൽ നിത്യാനന്ദ ഭഗവാന്റെ ഭക്ഷണം കഴിച്ചവരുണ്ടാവും. ഇവിടെ അന്നദാനത്തിനാണ് പ്രാധാന്യം. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലത്തെ അന്നെല്ലാം കഷ്ടപ്പാടാണ്. രാവിലത്തെ ഭക്ഷണം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തരും. അപ്പോൾ സ്കൂളിൽ പോയി നേരെ വേഗം വന്ന് ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പോൾ ആ സമയത്ത് വളർന്ന എല്ലാവരും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഉള്ളത്. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലം ഒരു ആനന്ദാശ്രമമുണ്ട്. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ പോയാൽ സ്വാമി രാമദാസിൻ്റെ, അതേപോലെ നിത്യാനന്ദ ആശ്രമം. ഇത് രണ്ടാണ് ഈ കാഞ്ഞങ്ങാടിൻ്റെ മഹത്വം ആക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ എല്ലാ ഭാഗത്തും ഭക്തന്മാരുണ്ട്. നിത്യാനന്ദ സ്വാമിയുടെ യഥാർത്ഥത്തിലുള്ള നാമം എന്താണ്? ആദ്യമായിട്ട് രാമൻ എന്നാണ് വിളിച്ചുകൊണ്ടായത്. രാമൻ എന്നാണ് വിളിച്ചത്. പിന്നെ ഇതേ ആൾ തന്നെയാണ് നിത്യാനന്ദൻ എന്നും വിടുന്നത്. ഈ ആദ്യം പേരിട്ട ആൾ തന്നെയാണ്. ഈ നിത്യാനന്ദനാണ് ഇപ്പോൾ നിനക്ക് ഐശ്വര്യവും ആനന്ദമാണ്. വേറൊന്നുമില്ല. അദ്ദേഹം വസ്ത്രമൊന്നും ധരിക്കില്ല. അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ആരെങ്കിലും ഈ ലങ്കോട്ടി അഴിഞ്ഞു വീണാൽ പോയി ആരും കെട്ടിക്കൊടുത്താലായി. അത്ര തന്നെ. ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച് സിദ്ധനാണ്, അവധൂതനാണ്. അവധൂതൻ സമ്പ്രദായമല്ല, അതിൽ ഗുരുവില്ല ശിഷ്യനുമില്ല. അദ്ദേഹം അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇവിടെ ഈ ഗ്രാമത്തിൽ തൊട്ടടുത്ത് നീലീശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ വേണ്ടിയിട്ട് വളരെയധികം ഇദ്ദേഹത്തിന് കൂടെ തന്നെ നടന്ന ഒരാളുണ്ട്. അത് ഒരു അനുഭവം പറയുന്നത് കേട്ടെ. അപ്പോൾ സ്വാമി പറഞ്ഞു നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞു. നീ ഒന്നും ഇതാവില്ല, നീ ഇത് മെനക്കെടണ്ട, ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അല്ലല്ല, ഞാൻ എന്ത് വേണം സഹിച്ചോളാം, ഞാൻ എന്തായാലും സ്വാമിയുടെ കൂടെ തന്നെ വന്ന് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം നിർബന്ധം സഹിക്കാൻ പറ്റാം, നിനക്ക് സാധിക്കില്ല, അല്ല ഞാൻ എന്ത് സഹിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലങ്കോട്ടിയുടെ വാല് കയ്യിൽ കൊടുക്കുന്നു, ഇത് പിടിച്ചോന്ന് പറഞ്ഞു.
എന്നിട്ട് നീ വരാൻ തയ്യാറന്നല്ലേ, എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുമല്ലോ ചോന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഫുള്ള് കാലത്ത് മുതലേ നടക്കുന്നു. അപ്പോൾ പിറകിൽ ഇയാൾ വാലും പിടിച്ചു. അപ്പോൾ നാട്ടുകാർ കാണുമ്പോഴത്തേനും വട്ടിളകിയോ, ഇയാൾ ഭ്രാന്തൻ എന്നാണല്ലോ സ്വാമീനെ അന്ന് നാട്ടുകാർ പറഞ്ഞു. ആർക്കും തിരിച്ചറിഞ്ഞ ചിലവരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇയാൾക്കും അങ്ങനെ ആയെന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങിക്കൊണ്ട് നിന്ന് ഒരു 3 മണിയാകുമ്പോൾ പിന്നെ ഇദ്ദേഹം ഒരു കുളത്തിൻ്റെ കരയിലിരിക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണം വരുന്നവരെ ഇദ്ദേഹത്തിനെ കാണുന്നു. അപ്പോൾ സ്വാമി എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ ഇത് വിടരുതെന്ന് പറഞ്ഞില്ല. ഇദ്ദേഹം നേരെ കുളത്തിൽ പോയിട്ട് അടിയിലിരുന്നിട്ട് അവിടെ ധ്യാനത്തിലിരുന്നു. പക്ഷെ ഒരു സാധാരണക്കാരൻ എത്ര സമയം വരെ ഇരിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ ഇതും വിട്ടിട്ട് അയാൾ കരയിലേക്ക് വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഇങ്ങനെ സ്വാമി അകത്തുണ്ടെന്ന് പറഞ്ഞു, കുളത്തിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ശിഷ്യന്മാരില്ല. ഇപ്പോൾ താഴെയുള്ള ക്ഷേത്രമുണ്ട്, അത് ജനാനന്ദ സ്വാമിയുടെയാണ്. ജനാനന്ദ സ്വാമി നിത്യാനന്ദ സ്വാമിയുടെ ഭക്തനായിരുന്നു. അങ്ങനെ ഗണേശപുരി പോയി അവിടുന്ന് സ്വാമിയുടെ സേവ ഇതാക്കിയിട്ടാകുമ്പോൾ സ്വാമി പറഞ്ഞു, നീ പോയിട്ട് കാഞ്ഞങ്ങാട് ആശ്രമത്തിൽ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞ്. പിന്നീട് ജനാനന്ദ സ്വാമിയായിരുന്നു ഇവിടെ സ്വാമിയായിട്ടുണ്ടായിരുന്നു. 961 സ്വാമി ഗണേശപുരി സമാധിയാവുന്നത്. പക്ഷേ സ്വാമിക്ക് ഈ ഭാഗത്ത് വരണമെന്ന് വളരെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചില പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. സ്വാമി പറഞ്ഞ ഒരു നിറ സാന്നിധ്യമാണ്. എല്ലാ വീട്ടിലും നിത്യാനന്ദ സ്വാമിയുടെ ഫോട്ടോ കാര്യമൊക്കെ ഈ ഭാഗത്തുണ്ടാവും. പിന്നെ സ്വാമി എല്ലാ സമയത്തും വിളിച്ചാക്കിയേക്കുന്ന ഒരു ഇതാണ്, ആരുടെ കഷ്ടം പറഞ്ഞാൽ അത് സഫലമാവുന്ന, കഷ്ടം നീക്കിയിട്ട് വിചാരിക്കുന്ന കാര്യം സഫലമാകുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് പല ഭക്തന്മാരും പല ഭാഗത്തുനിന്നും വരുന്നുണ്ട് സ്വാമിക്ക്. താങ്കളുടെ അനുഭവത്തിൽ നിത്യാനന്ദ സ്വാമിയുടെ ജീവിതം എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഇല്ല, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേൾക്കുന്നത്, അച്ഛൻ്റെ വായിൽ നിന്നൊക്കെ കേൾക്കുന്നത് നിത്യാനന്ദ സ്വാമിയുടെ പറ്റിയുള്ള കഥകളും കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന പല അത്ഭുതങ്ങളും. സ്വാമി എൻ്റെ കുടുംബക്കാർ അച്ഛൻ്റെ സഹോദരിമാരെല്ലാം ഇവിടെ വന്ന സമയത്ത് മണ്ണ് വാരി കൊണ്ടുവരാൻ വേണ്ടി പറയും. മണ്ണ് വാരി കൊണ്ടിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അവർ തിരിച്ചു കൊടുക്കുമ്പോൾ ലഡുവോ ജിലേബിയോ കൽക്കണ്ടായിട്ട് മാറും. അങ്ങനെ ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെ ചുറ്റി ആ സ്വാമിയെ ആശ്രയിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ചെറിയ വയസ്സിലെല്ലാം മധുരവും കാര്യമെല്ലാം നമുക്കിഷ്ടം. അങ്ങനെയാണ് സ്വാമി പൊതുവേ ഇവിടെയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 60-70 വർഷം മുമ്പേ ജീവിച്ച എല്ലാവർക്കും, ഒരു 90 വയസ്സ് പ്രായം വരുന്ന എല്ലാവർക്കും സ്വാമിയുടെ പല അനുഭവങ്ങളുണ്ട്. സ്വാമിയുടെ കൈ കൊണ്ട് പ്രസാദം വാങ്ങിച്ചതും, പല ആളും കുഞ്ഞിനെ ആകുമ്പോൾ കൊണ്ടുവന്നിട്ട് പാല് കൊടുത്തതും, അങ്ങനെയുള്ള നിറയെ അനുഭവങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടോ. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചോളം കാഞ്ഞങ്ങാടാവുന്നത് നിത്യാനന്ദ സ്വാമിയും കൂടി ചേരുമ്പോഴാണ്. ഈ ആശ്രമത്തിൽ എത്ര കാലം ഉണ്ടായിരുന്നു അദ്ദേഹം? ഇവിടെ ശരിയായിട്ട് ഈ ആശ്രമമൊന്നും സ്വാമി കെട്ടിയതല്ല. ഇത് ശരിയാണ് 68 മേലെയുള്ള ക്ഷേത്രം. ഗുജറാത്തിലെ ഒരു ഗുജറാത്തിയാണ് കിട്ടുന്നത്. സ്വാമി ഇവിടുന്ന് ശരിയായിട്ട് പറഞ്ഞ ഒരു 31-32 ഇവിടുന്ന് പോയി സ്വാമി. ബോംബെ പലയിടത്തും സഞ്ചരിച്ചുകൊണ്ടാണ് പിന്നെ പോയത്. ശരിക്കും കേരളക്കര നിത്യാനന്ദ സ്വാമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കും മലയാളികൾ അറിയാതെ പോയത്? മലയാളി അറിയാത്ത 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ കേരളത്തിൽ ഏറ്റവും നമുക്കറിയാം ആദിശങ്കരൻ ജനിച്ച നാടാണ്, നാരായണ ഗുരുദേവൻ ജനിച്ച നാടാണ്, എത്രയോ മഹാജ്ഞാനികൾ ജനിച്ച നാട് ചട്ടമ്പി സ്വാമിയുടെ നാടാണ്, എത്രയോ മഹാന്മാരുണ്ടായിരുന്ന നാടാണ്. പക്ഷേ കേരളത്തിൽ ഈ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് അവർ ഈ ഒരു ആധ്യാത്മിക ബോധം തന്നെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ആ കാലത്ത്. എന്നുവെച്ചാൽ കലാപരിപാടികളും നാടകങ്ങളും കഥാപ്രസംഗം. പണ്ട് ഹരികഥയായിരുന്നു ഈ ഭാഗത്തൊക്കെ. ഇത് കർണാടകത്തിൻ്റെ ഭാഗമായിരുന്നു പണ്ട്. ഈ താലൂക്കിൻ്റെ പേരിനെ ഹൊസദുർഗ് എന്നാണ്. ഹൊസദുർഗ് പുതിയ കോട്ടാണ്, കർണാടകയാണ് പേര്. അന്നിത് കർണാടകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടെല്ലാം നശിപ്പിക്കുകയായിരുന്നു അന്നത്തെ ആ ഒരു ഈസത്തിൻ്റെ അതിപ്രസരം. അപ്പോൾ ഹരികഥ പോയിട്ട് കഥാപ്രസംഗങ്ങളൊന്നു, കഥാപ്രസംഗം ആദ്യമൊക്കെ നല്ല നല്ല നോവൽ അടിസ്ഥാനമാക്കി, പിന്നെ രാഷ്ട്രീയമായി, പിന്നെ ക്ഷേത്രങ്ങൾ അധിക്ഷേപിക്കലായി, പിന്നെ അതൊരു പ്രചരണ മാധ്യമമായിട്ട് മാറി. അതേപോലെ നാടകം, സിനിമ, നോവല്, അന്നുണ്ടായിരുന്ന പൈങ്കിളി വാരിക പോലുള്ള കുറേ വാരികകൾ, ഇതെല്ലാം ഈ ഒരു അതിപ്രസരം, രാഷ്ട്രീയ അതിപ്രസരം ഉള്ളതായിരുന്നു മൊത്തമായിട്ട്. അപ്പോൾ ഇവിടെ എത്ര വലിയ ഞാനും നിങ്ങൾ ചോദിച്ച അതേ ചോദ്യത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇപ്പോൾ ഷിർദി സായിബാബ കമ്പയർ ചെയ്യുന്നതല്ല. ഷിർദി സായിബാബ ശരിയായിട്ട് പറഞ്ഞാൽ നിത്യാനന്ദ സ്വാമിയുടെ അത്രയൊന്നും സിദ്ധികളൊന്നുമില്ല. സ്വാമി കുറേ ചെയ്തിട്ടുണ്ട്, കമ്പയർ ചെയ്യുന്നതല്ല. രണ്ടാൾ കമ്പയർ ചെയ്യാനും പാടില്ല. ഓരോരാൾ ഓരോ തലത്തിലാണ്, അതല്ല. എങ്കിലും അവർ മഹാരാഷ്ട്രയിലായതുകൊണ്ട് അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി. പക്ഷേ ഈ കേരളം ആയതുകൊണ്ട് ഇവിടെ ഇതിനൊന്നും വലിയ പ്രാമുഖ്യമില്ല. കാരണം വെച്ചാൽ സന്യാസി എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്. ഒരു 5-8 വർഷം മുമ്പ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാകും, താടി മുറിച്ച് പോലും കാവി എടുത്ത് അയച്ചു കൊണ്ടുപോലൊക്കെയാണ് ഇത് കേരളം. ഇത് മഹാരാഷ്ട്ര വേറൊരു സംസ്ഥാനത്ത് നടക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാമിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഇത് ചിന്തിക്കാറുണ്ട്. ഈ സ്വാമി ശരിയായിട്ട് വേറെ കർണാടകത്തിൽ വേറെ സ്ഥലത്താണെങ്കിൽ ഈ ആശ്രമം എത്ര വലിയ ആശ്രമമാകുമായിരുന്നു.
ഇപ്പോൾ നമ്മൾ മറ്റുള്ള പല ആളുകളും പറയുമ്പോൾ ഈ ആശ്രമത്തിൻ്റെ ബാക്കിയുള്ള ആസ്തികളൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഭക്തന്മാരുണ്ട്, സമ്പത്തുണ്ട്. ഈ ആശ്രമത്തിൻ്റെ പേര് ഒരു സ്കൂളുണ്ട്, ഒരു പോളിടെക്നിക് ഉണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ ഈ വർഷം മുതൽ നിർത്തും, എന്ന് വെച്ചാൽ കുട്ടികൾ വരുന്നില്ല. പക്ഷേ ഇത്രയും വലിയ സ്ഥാപനവും ഏകദേശം ഇത്രയും വലിയ സമ്പത്തുള്ള ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തത് എന്താ വെച്ചാൽ മലയാളികളുടെ അശ്രദ്ധേനയാണ്. മലയാളി പൊതുവെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ്, സമർപ്പണമില്ല. ചില ആളുണ്ടാവുമായിരിക്കും, എന്തെങ്കിലും കിട്ടും, എവിടെയും പോയാൽ എന്തെങ്കിലും കിട്ടണം. നേരെ മറിച്ച് മറ്റുള്ളവരെ അവരെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കും. ആ ഒരു ശീലം നമുക്കില്ലാത്തത് കൊണ്ടാണ് ഇത് ഒരു പ്രശസ്തിയൊക്കെ ഉണ്ട് പുറത്തുള്ളവർക്ക്. ഇന്നിപ്പോൾ ഒരു സ്ത്രീ വന്നിരുന്നു, ഞാൻ ചോദിക്കുമ്പോൾ തജക്കിസ്ഥാൻ എന്നാണ് പറഞ്ഞത്, റഷ്യ എന്നാണ് വന്നിരിക്കുന്നത്. അവർ നല്ല ഗോവം കുറിയിട്ട് ഈ ഗുഹയിൽ കുറേ സമയം ഇരുന്ന് ധ്യാനിച്ച് പോയി. അപ്പം ഏടുന്നൊക്കെ ആൾ വരുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും വരുന്നത്, അറിയേണ്ടവരറിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലയാളി പ്രാധാന്യമില്ല വെച്ചാൽ മലയാളി അറിയാൻ ശ്രമിക്കുന്നില്ല. മലയാളിക്കത് പ്രാധാന്യമില്ല. മലയാളി ചില ക്ഷേത്രങ്ങളിൽ പോയി ഒന്നാമത് ഈ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഗുഹ ഇതിൻ്റെ വായു ഇങ്ങനെയാണ്, നമ്മുടെ ഈ തൊണ്ടയുടെ നാവിൽ കുറുനാക്കില്ലേ, അതുപോലെയാണ് ഈ ഗുഹയുടെ പ്രവേശന കവാടം. കാരണം നീ നിൻ്റെ അകത്ത് പോകുന്നതാണ് സ്വാമിയുടെ ആഹ്വാനം. ദൈവം പുറത്തല്ല, നിൻ്റെ അകത്ത് എന്നുള്ളതാണ് സ്വാമി. അപ്പം എല്ലാം പറയുന്നു. സ്വാമി പറയുന്ന സാധാരണ ഒരു ചെറിയൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു താക്കോൽ കയ്യിൽ വെച്ച് പൂട്ടി വെച്ചിട്ട് ആ താക്കോൽ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ആ താക്കോൽ ചാവി കാണണമെന്നുണ്ടെങ്കിൽ കൈ തുറക്കണം. അതുപോലെ നിൻ്റെ ഹൃദയം നീ മൊത്തം പൂട്ടിയിട്ടാണ് ഉള്ളത്. നീ എവിടെ ഈശ്വരനെ തേടിയിട്ട് കാര്യം? ആദ്യം നിൻ്റെ ഹൃദയം വിശാലാക്കി തുറക്ക്. ഹൃദയം തുറക്കുമ്പോൾ നിനക്കിതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ ഗുഹയുടെ ഒരു പടം പുറത്ത് വെച്ചിട്ടുണ്ട്, മാപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊന്നും അത് ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്രീചക്രത്തിന് അടിസ്ഥാനമാക്കിയ ഒരു ശരീരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ. നമ്മുടെ ആധ്യാത്മികമായിട്ട് പറയുന്നത് നമ്മൾ സാധാരണ പറയില്ലേ, മേരുദണ്ട് പറയുന്നുണ്ട്, സുഷ്മന, നാഡി, എട, പെങ്കള എന്നൊക്കെ പറയുന്നത്. ഈ സംഗതികളാണ് ഈ ഗുഹകളിലൊക്കെ ഉള്ളത്. അതിൽ ഓരോ അറയ്ക്ക് ഓരോ എഫക്റ്റാണ്. നമ്മുടെ ഷഡ്ചക്രം എന്ന് പറയുന്നില്ലേ, ഈ ഗുഹയ്ക്ക് 6 വാതിലുകളാണ് ഉള്ളത്. ഷഡ്ചക്രം 6 ചക്രങ്ങളാണ്. അപ്പോൾ ഈ ഗുഹയ്ക്ക് വേണ്ട വെളിച്ചവും കാറ്റും ഈ 6 വാതിലിൽ കൂടിയാണ് വരുന്നത്. 6 വാതിലും ശരിയായിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൻ്റെ അതേ ഘടനയാണ് ഇതിനുള്ളത്. ശ്രീചക്രത്തിൽ 44 കോളങ്ങളാണ് ഉള്ളത്, അതേപോലെ 44 അറകളാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗുഹയെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ബാബാജിയുടെ ശിഷ്യന്മാർ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഒരു നിസ്സാര വിഷയമല്ല, ഇതൊരു കെട്ടിടമോ അല്ല, സ്വാമിക്ക് പണി വേറൊന്നിനു വേണ്ടി ആക്കിയതല്ല. അതുകൊണ്ട് ഇതിനൊരു സംഗതിയുണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് ലൈവ് ചെയ്തിട്ട് എടുത്തു തരണം എന്ന് പറഞ്ഞ സമയത്ത് അവർ ഓരോ ഗുഹയിലും ഇരുന്നാൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാവുക, നമ്മുടെ ഏത് ചക്രത്തിനാണ് കൂടുതൽ ശക്തി കിട്ടുക, അതിലിരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ ഒരു പിക്ചറാക്കിയിട്ട് എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതേപോലെ പുറത്ത് അതിൻ്റെ ഒരു മാപ്പാക്കിയിട്ട് ഇതെന്താണ് ഈ ഗുഹ എന്നുള്ളത്, ഇതൊരു കാഴ്ച ബംഗ്ലാവോ കാണേണ്ടതൊന്നുമില്ല, ധ്യാനിക്കാനുള്ളതാണ്. മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഗുഹ. സ്വാമി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഈ പുസ്തകം ഭഗവത്ഗീതയോ അതുപോലുള്ള എല്ലാം എഴുതുന്നതിനേക്കാളും ശരിയായിട്ട് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം തത്വത്തിലെ അടിസ്ഥാനമായിട്ടാണ് ഈ ഗുഹയുള്ളത്. അതായത് അവനവനെ തിരിച്ചറിയാമെന്നുള്ളതാണ്, ആരാണ് എന്താണെന്നുള്ളത്. അപ്പോഴും മാത്രമേ നമുക്ക് ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മളൊരു ആധ്യാത്മിക ജീവിയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങളെ പോലെയൊന്നുമല്ല, തിരിച്ചറിവുണ്ട്, ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ സ്വാമി ചെയ്തിരിക്കുന്ന മനുഷ്യൻ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഈ ഗുഹ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇടയ്ക്ക് മറ്റൊരു ചോദ്യം, ഇപ്പോൾ ബാബാജീനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായമുള്ളത് ബാബാജിയാണെന്നാണ് പറയുന്നത്. 2000-ലധികം വർഷമായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നെന്ന് പറയുന്നു. നിത്യാനന്ദ സ്വാമിജി ബാബാജിയെ സന്ദർശിച്ചിട്ടുള്ള അങ്ങനെ വല്ല വിവരങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇപ്പം പലരും ബാബാജിനെ കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഇതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നുള്ളതിനെക്കുറിച്ച് വല്ല അറിവും താങ്കൾക്ക് പങ്കുവെക്കാൻ പറ്റുമോ? അത് ഞാൻ നമ്മുടെ എമ്മില്ലേ, ശ്രീ എമ്മില്ലേ, ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ട് എന്താ വെച്ചാൽ എൻ്റെ പുറത്ത് പറയാവുന്ന എനിക്കറിയില്ല, വേണ്ട കളയണം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മുമ്പേ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരേ സ്വപ്നം പല പ്രാവശ്യമാണ്, ഒരേ സ്വപ്നം. ആ സ്വപ്നം കണ്ടാൽ ശരിയായിട്ട് പറഞ്ഞാൽ അനുഭവമാണ്, സ്വപ്നം പോലെ തോന്നില്ല. അത് കാണുന്ന വെച്ചാൽ ഒരു വലിയൊരു കാടായിട്ടുള്ള സ്ഥലത്തിൽ ഒരു ക്ഷേത്രമല്ല, അങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം, അവിടെ ഒരു ശിവലിംഗം, അതിൻ്റെ അകത്ത് അവിടെ വള്ളിപ്പടർപ്പും വെള്ളവും ഇങ്ങനെ ചിന്തുന്ന പോലത്തെ ഒരു സീൻ.
അപ്പോൾ ഞാനൊരു ബാഗ്, സാധാരണ ഒരു സൈഡ് ബാഗ് എടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ കുറേ ദിവസം ഇരുന്നിട്ട് ധ്യാനിക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം കാണുമ്പോൾ എനിക്കത് ആ സ്വപ്നം പോലെ തോന്നാറില്ല, അത് അനുഭവിച്ച പോലെയാണ് തോന്നുക. കാരണം എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. അതെന്നെ കുറേ പ്രാവശ്യം കാണും, ഒരിക്കലല്ല. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലല്ലേ കാണും. അപ്പോൾ എനിക്കിതൊരു സംശയം, ഇതെന്താണെന്ന്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി തൃശ്ശൂരൊക്കെ പോയി പലയിടത്തും പോയിരുന്നു മുമ്പേ. വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നില്ലേ ഈ പ്രത്യക്ഷപ്പെടൽ കാണൽ എന്നൊക്കെ പറയുന്നത്, അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണത്? അത് ഉള്ളതാണോ? അല്ല എൻ്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട്, ഇതുപോലെ ആയിരിക്കുമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ല നേരിൽ ഇപ്പം ഞാനും നിങ്ങളും എങ്ങനെയാണ് കാണുന്നത് അതേപോലെ കാണാറുണ്ട്, ഞാൻ കണ്ടിട്ട് വേണ്ടിയ സംഗതി സ്വാമി തരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ സ്വാമിയെ പല ആളും കാണാറുണ്ട്. സ്വാമി പറഞ്ഞു വേന്തൻ എന്ന് പറഞ്ഞൊരു TV ഉണ്ട് തമിഴിൽ, കേട്ടിട്ടുണ്ടോ അറിയില്ല. അങ്ങനെ അതിലിങ്ങനെ അത്ഭുതങ്ങളാണ് അതിൽ കൊടുക്കലിങ്ങനെ. അപ്പോൾ അവർ ഗുഹയിൽ വന്നിരുന്നു. മുമ്പ് ഇവിടെ കോവിഡിന് മുമ്പ് ഈ ഗുഹ മൊത്തം ഈ ചെറിയ വവ്വാലില്ലേ അത് നിറഞ്ഞിരിക്കും. ആയിരക്കണക്കിന് വവ്വാലിൻ്റെ ഇതുണ്ടാവും അതിൽ, അതിൻ്റെ കാഷ്ടമൊക്കെ മണക്കും. കോവിഡ് വന്ന സമയത്ത് ആൾക്കാരെല്ലാം വരവ് നിന്നു. അതോടുകൂടി ഇതിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് ഓടിച്ച് എല്ലാത്തിനും നെറ്റിട്ടു. ഇപ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോൾ ദിവസേന അത് കഴുകി വൃത്തിയാക്കും. അതിൽ ലോബാൻ അതൊക്കെ ഇട്ടിട്ട് ഒരു അന്തരീക്ഷം, ഒരു പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം. ഇപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അവരുടെ അനുഭവം, ഈ വേന്തൻ TV വന്ന സമയത്ത് ആന്ധ്രയിൽ അവിടുന്ന് വന്നാലും കുറേ പേര് വന്നിരുന്നു. അപ്പോൾ അവർ ഒരു അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു മന്ത്രം ജപിക്കുന്നുണ്ട് കുറേ വർഷം, ഞാനൊരു രൂപം കാണാറുണ്ട് കുറേ വർഷം, എനിക്കത് എന്തോന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഇരിക്കുമ്പോൾ വ്യക്തമായിട്ട് നിത്യാനന്ദ ഭഗവാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ മന്ത്രം തുടർന്ന് ജപിച്ചോ, ഞാനാണ് അതിൻ്റെ ആളെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള പല അനുഭവങ്ങൾ പറയാൻ നിത്യാനന്ദ സ്വാമി കണ്ടുവെന്നും വന്നിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഞാനിവിടെ വന്ന ശേഷം മലയാളിയായിട്ട് അങ്ങനെ ആരും തന്നെ ഒന്നെങ്കിൽ ഒരു സമയത്ത് കാസർഗോഡ് എന്ന് പറയുന്നത് കർണാടകത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ. അപ്പം പൂർണ്ണമായിട്ട് നമുക്കിത് കേരളവുമായി ബന്ധപ്പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൂടുതലും കർണാടക വേരുകളുള്ളവരാണ് ഇവിടെയുള്ളത്. ബാക്കിയുള്ളവരെല്ലാം ഇപ്പം ഞാൻ കുറേ ആളുകളെ കണ്ടത് അവരെല്ലാം മഹാരാഷ്ട്രയിൽ നിന്ന് വന്നവരാണ്, മുംബൈയിൽ നിന്ന് വന്നവരാണ്. അപ്പം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു നിത്യാനന്ദ സ്വാമി നിങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്തിയത്, എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇത്ര മാത്രം ആരാധിക്കാനൊക്കെ കാരണമായി തീർന്ന്, അങ്ങനെ ഏതെങ്കിലും ഈ പുറത്തുനിന്ന് വന്നോട് ചോദിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അവരുടെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ, അവർക്ക് സ്വാമി വന്നിട്ട് എന്തെങ്കിലും കൊടുത്തോങ്കിൽ അങ്ങനെയാണ്. ഈ വരുന്നവരെല്ലാം സമ്പന്നന്മാരാണ്, കോടീശ്വരന്മാരെ ചിലവരെല്ലാം, ഇഷ്ടംപോലെ പണം, ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നത്. ബോംബെയിലുള്ള സമയത്ത് സ്വാമി അനുഗ്രഹിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് അവരുടെ എല്ലാ സമ്പത്തിനും അവരുടെ എല്ലാ ഉന്നതിക്കും അടിസ്ഥാനം സ്വാമിയാണ്. അതുകൊണ്ട് അവരെന്ത് വേണം ചെയ്യും, അവർ വരും ഉത്സവത്തിനെല്ലാം വരും. അവർ ഇവിടെ വർഷത്തിൽ 4-5 6 ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉത്സവത്തിനെല്ലാം എല്ലാവരും വരും. അതിൽ 3 ഉത്സവത്തിന് എന്തായാലും വരും എല്ലാവരും. ദത്താത്രേയ ജയന്തിയാണ് ഏറ്റവും ഗംഭീരമായിട്ട് നടക്കുന്നത്. ഡിസംബർ മാസമാണത്. ആ സമയത്ത് നിറയെ ബോംബെയിലെ പുറത്തുള്ളവർ ആൾക്കാർ വരും. പിന്നെ ധ്യാനിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ശരിയായിട്ട് ലണ്ടനിലൊരു സ്ത്രീ വരും. അവർ മാസത്തിൽ ഒരാഴ്ച വന്ന് ഇവിടെ നിൽക്കും. ഡയറക്റ്റ് അവിടെ നിന്ന് വരുന്നതാണ്. എല്ലാ മാസവും വരും. ഇപ്പോൾ അവർക്ക് ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ 2 മാസമായിട്ട് വരുന്നില്ല. അവർ സ്ഥിരമായിട്ട് വരും. അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് ഒരാൾ വരും. എല്ലാ മാസവും വരും. അയാൾ ഫ്ലൈറ്റിന് വരും, ഒരു 2 ദിവസം നിൽക്കും, അയാൾ പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ ഇത്രയും ദൂരം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ഇവിടെ നമുക്കൊന്ന് കണ്ണൂർ പോകണം, അല്ലെ ബാംഗ്ലൂർ പോകണം, അതിനൊരു 2 മണിക്കൂർ വേണം. അവിടെ 1 മണിക്കൂർ കാത്തു നിൽക്കണം. ഇയാൾ നാട്ടിൽ രാജക്കോട്ടിൽ നിന്ന് അതേ എയർപോർട്ടിൽ വരാൻ അതേമാതിരി ദൂരമുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ ഒരു 5-8 മണിക്കൂർ, 24 മണിക്കൂറിനോട് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് വരുന്നത്? മാസത്തിൽ 2-3 മാസത്തിലൊരിക്കൽ വൈകി, അത് ആഴ്ചക്ക് വന്നുകൊണ്ടായത്. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഒരു 5-6 ദിവസം താമസിച്ചിട്ട് പോയാൽ, സുഖമായിട്ട് ധ്യാനിച്ച് പോയാൽ ഈ യാത്ര. അപ്പോൾ പറഞ്ഞു, അല്ല എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ അനുഭവം അങ്ങനെയാണ്. അവർക്ക് സ്വാമിയെ കണ്ട് ധ്യാനിച്ച് ഇരുന്നുമ്പോൾ അയാൾക്ക് സംതൃപ്തി വരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. നിരവധി ആശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആശ്രമം ഇവിടത്തെയാണോ അതോ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രാധാന്യം ഇതിന് തന്നെയാണ്. എന്താ വെച്ചാൽ സ്വാമിയുടെ വേർപ്പും സ്വാമിയുടെ നിശ്വാസങ്ങളും സ്വാമിയുടെ എല്ലാം ഉള്ളത് ഈ ആശ്രമത്തിലാണ്. മറ്റെവിടെയും സ്വാമി ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ പോയി സ്വാമി എഴുന്നേറ്റിട്ടുണ്ട്, വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ഈ ആശ്രമം അങ്ങനെയല്ല. ഈ കാണുന്ന ഒരു വലിയ പാറക്കല്ലിന, ചെങ്കല്ലിൻ്റെ കുന്ന, ആ കുന്നിനെ ഇടിച്ച് ഇത് വേണ്ടിയ പോലെ ഒരു പ്ലാൻ ചെയ്ത് മനസ്സിൽ കണ്ടിട്ട് അതിനെ ഒരു ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ളൊരു ഗുഹയായിട്ട്
നമ്മളെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കണ്ണാടിയായിട്ട് മാറ്റിയത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നുമല്ല ഈ ഗുഹയാണ്. കാരണം ഇത് സ്വാമിയുടേതാണത്. സ്വാമിയുടെ ശ്വാസവും നിശ്വാസവും വേർപ്പും കാര്യങ്ങളും എല്ലാം ധൂളി, കാലിൻ്റെ ധൂളി എല്ലാം ഉള്ള ഇവിടെയാണ്. പിന്നെ ഈ കാണുന്നതിൽ ഇപ്പോൾ ഒരു അടുത്ത കാലത്ത് ഒരു 10 വർഷത്തിന് ശേഷം ആക്കിയാണ് ഈ സിമെൻറ്റ് പൂശിയെല്ലാം. ചെങ്കല്ലായതുകൊണ്ട് ചെടിയുടെ അംശമുള്ളതുകൊണ്ട് വെള്ളം അകത്തേക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്ലെ നേച്ചറായിട്ടാണ് ഉണ്ടായിരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിരവധി ആശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു കേന്ദ്ര ഭാഗം, അങ്ങനെ ഒരു സെൻട്രൽ ഓഫീസ് അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മനസ്സിലങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ വേണം. ഈ വരുന്നവരെല്ലാം അഡ്രസ്സും കാര്യവും എടുത്തിട്ട് അതിലെല്ലാം കോർഡിനേഷൻ ചെയ്തിട്ട് ഒരു വലിയൊരു ഇൻ്റർനാഷണൽ സമ്മേളനം പോലെ വെച്ച് കൂട്ടായ്മ സമ്മേളനം വെച്ചാൽ പ്രൗഢിയല്ല, ഈ ഭക്തന്മാരെല്ലാം കൂട്ടായ്മയോടുകൂടി ചെയ്യണം. ഇപ്പോഴും ശരിയായിട്ട് പറഞ്ഞാൽ അവരവരെ ഇഷ്ടത്തിന് ഓരോരാൾ ചെയ്യുന്നതാണ്. പക്ഷേ ചില സംഗതിയൊക്കെ വലിയ അത്ഭുതമാണ്. എന്താ വെച്ചാൽ ഞാനൊരു പ്രാവശ്യം ഓഫീസിലിരിക്കുമ്പം ഇതേമാതിരി സ്വാമി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ കന്യാകുമാരി ജില്ലയിൽ വലിയൊരു ആശ്രമം കിട്ടുന്നുണ്ട്. എല്ലാ സിദ്ധന്മാരുടെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധന്മാരുടെ എല്ലാം ഇന്നിടത്തെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്വാമിയുടെ വിഗ്രഹം അവിടെ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അങ്ങനത്തെ പതിവൊന്നുമില്ല, കൊടുക്കലും ഇങ്ങനത്തെ വിഗ്രഹം കൊടുക്കലും ഇങ്ങനത്തെ ഒന്നുമില്ല. ആരെങ്കിലും നിഷേധിക്കുന്നില്ല. ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം, നിങ്ങൾ നമ്പർ തരി, ഞാൻ നിങ്ങളെ അറിയിച്ചിട്ട് അതിന് സംവിധാനം ചെയ്യാം. അവിടുന്ന് അദ്ദേഹം പോയിട്ടൊരു 3 ദിവസം കഴിയുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു പഞ്ചലോഹ വിഗ്രഹമാക്കി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ തരാൻ ഉദ്ദേശിച്ചാക്കി. ഞാൻ ഇവിടെ ഒരു വിഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കുറേ വിഗ്രഹം വയ്ക്കാം. ഒരു ഉത്സവ വിഗ്രഹമുണ്ട്, വലിയ മൂർത്തിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സമ്മതമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവച്ചാൽ ഒരു ദിവസം അവിടെ വേണം പൂജിക്കാം, അതിന് ശേഷം അവർക്ക് നമുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ചെയ്യുന്നതല്ല, നമ്മളിങ്ങനെ പറഞ്ഞു, അത് ഭരിച്ചു വെച്ചാൽ സ്വാമിയുടെ അനുഗ്രഹം അതിനുണ്ടായി, അത്ര തന്നെ. നിലവിൽ ഇപ്പോൾ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിലവിൽ എന്ന് പറഞ്ഞാൽ, ശരിയായിട്ട് പറഞ്ഞാൽ അപ്പം ആശ്രമം എന്നുള്ളത് ശരിയായിട്ട് ചാരിറ്റി ട്രസ്റ്റാണ്. അതിൽ ഇതിൻ്റെ സെക്രട്ടറി ഞാനാണ്. ഈ ആശ്രമത്തിൽ സ്വാമിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയുമ്പോൾ ശരിയായാലും തെറ്റായാലും അതിനെന്തായാലും ശരി ഉണ്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിപ്പോൾ അനുഭവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമുക്കൊരു സ്വാമി എന്താ വെച്ചാൽ ഈ പാരമ്പര്യത്തിൽ ശിഷ്യന്മാരില്ല. പിന്നെ ഏതെങ്കിലും ഒരു സ്വാമി ആക്കാന്ന് വെച്ചാൽ ആയ നല്ലത് തന്നെയാണ്. ആരാ ഇപ്പോൾ അങ്ങനെയുള്ള നല്ല സ്വാമിമാരുള്ളത്? നമ്മൾ ഒരു സ്വാമി വെച്ചാൽ തന്നെ അവർ എത്ര കാലം നിൽക്കും? സാധന ചെയ്തിട്ട് സന്യാസിയാവുന്നവർ രാമകൃഷ്ണ മഠം, ചിന്മയാനന്ദ മഠം, ചിന്മയാനന്ദാശ്രമം, ഇങ്ങനെയുള്ളൂ. അവിടെയും കൂടെ അനധികൃതമായിട്ട് കുറേ പേരുണ്ട്. ഇങ്ങനെ നിഷ്ഠയില്ലാതെ അവർ ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ നിറയെ പേരുണ്ട്. പക്ഷെ അവരൊന്നും ഒരു ത്യാഗികളായിട്ടൊരു സന്യാസ യോഗമുള്ളവരൊന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ളവരാണ് വരികയും ചെയ്യില്ല. അവർക്കിതൊന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ചവനാണ്. തമിഴിൽ പറയൽ തുറവി എന്നാണ് പറയുക സന്യാസിയെ, എല്ലാം തുറന്നവനാണ്. അവർക്ക് പിന്നെ അതിന് പുതിയ ബാധ്യത, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്വാമി അങ്ങനെ ഒരു അവധൂതനായതുകൊണ്ട് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഈ ആശ്രമത്തിൽ. ഒരാൾ വന്നെങ്കിൽ, ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒരു അന്വേഷിക്കേണ്ടി വന്നു, അപ്പം ഞാൻ വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വാമി എല്ലാവരുടെ സമ്പത്തും ഉണ്ടാക്കി കൊടുക്കുന്നത്. സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ സങ്കടം ഇതിനൊരു കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ പേര് ഗണേശൻ എന്നാണ്, ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പം നല്ലതോ ചീത്ത, കുറേയൊക്കെ നല്ലതായിരിക്കും. 5 മക്കളുടെ 5 മക്കൾക്ക് ഒരു അച്ഛൻ നല്ലതാവണമെന്നൊന്നുമില്ല. മക്കൾ സ്വന്തം വീട്ടിൽ ഞാൻ പറഞ്ഞത്, സഹോദരന്മാർക്ക് എല്ലാ സഹോദരനും നന്നാവണമെന്നില്ല. അതിൽ പ്ലസും ഇതും ഉണ്ടാവും, മൈനസും ഉണ്ടാവും. അതുപോലെ എന്ന് വെച്ചാൽ ഇത് പൊതുജനങ്ങളാണല്ലോ. അപ്പോൾ നല്ലത് ചെയ്താലും കുറ്റം ചെയ്താലും അവർക്ക് തൃപ്തിയാവണമെന്നില്ല. പക്ഷെ നമ്മൾ ധർമ്മത്തിനെ മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്ന, അതിലേക്ക് വരുന്ന ദോഷവും നല്ലതും ഏൽക്കാൻ തയ്യാറായിട്ട് പ്രശ്നമില്ല. അത് എന്താ വെച്ചാൽ ആധ്യാത്മികമായിട്ട് കുറച്ച് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വിഷയമല്ല. പക്ഷേ എങ്കിലും തൃപ്തിക്കേടുണ്ട്. പക്ഷേ നമ്മുടെ കൊണ്ടയാവൂർ ആശ്രമം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉപ്പളയിലൊരു ആശ്രമമുണ്ട്. അത് ആടെ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ വളരെ നല്ല യുവാവാണ്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആശ്രമത്തിൻ്റെ.
അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു സഹായം എന്നുള്ളവർക്ക് ഒരു സന്യാസിയുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിലോ 2 മാസത്തിലോ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ സ്വാമി വരികയും ചെയ്യും വിളിച്ചാൽ. അവിടെ വലിയ പരിപാടിയാണ്. അപ്പോൾ സ്വാമി നമ്മളോട് എപ്പോഴും പറയും അവിടെ ഉള്ളത് നിത്യാനന്ദ ഭഗവാൻ ഇരുന്ന ഒരു പാറക്കല്ല ഉള്ളതാണ്. അപ്പോൾ സ്വാമി പറയും ഈ പാറക്കല്ല വെച്ചിട്ടാണ് ഞാൻ ഇതാക്കിയത് എന്ന് വെച്ചാൽ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട്. നിങ്ങൾക്ക് സ്വാമി എല്ലാം തന്നിരിക്കുന്നു. ഭക്തന്മാരെ തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ഭക്തന്മാരെ ആകർഷിക്കാനുള്ള ഗുഹ ഇങ്ങനത്തെ ഉണ്ട്, എല്ലാം നിങ്ങൾ തന്നിട്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് നടത്തുന്നില്ല എന്നുള്ളതാണ് സ്വാമിരാട്ടം. എൻ്റെ മനസ്സിലും അങ്ങനെ തോന്നാറുണ്ട്. എല്ലാം തന്നു, പക്ഷേ ഇതൊരു ഈ ആധ്യാത്മിക വിഷയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികം മാത്രമേ പാടുള്ളൂ. അതിൽ ഈഗോ പാടില്ല, പിന്നെ ഞാൻ തന്നെ ആവണമെന്ന് പാടില്ല, പിന്നെ അതിൽ വേറൊരു ചിന്ത പാടില്ല. ഈ സമർപ്പിച്ച് നിൽക്കാൻ പറ്റുന്നവർ മാത്രമേ ഈ വഴിക്ക് വരാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ്. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ, ലക്ഷത്തിലൊരാൾ പോലും ഉണ്ടാവില്ല പൂർണ്ണമായിട്ട്. ആശ്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ ക്ഷേത്രം പണിതിട്ടുണ്ടല്ലോ, നിത്യാനന്ദ സ്വാമിയാണ് ഇത് ഇപ്പോൾ അത് നിത്യാനന്ദ സ്വാമിയാണോ പ്രതിഷ്ഠയായിട്ടുള്ളത്? നിത്യാനന്ദ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. മാത്രമല്ല നിത്യാനന്ദ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് വന്നിരിക്കുന്നത്. അത് ബോംബെ നിന്നാണ് ചെയ്തത്. അത് ചെയ്യുമ്പോഴും ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്ന് ഈ വിഗ്രഹം ചെയ്തിട്ട് വലിയ പെട്ടിയിൽ, മരപ്പെട്ടിയിൽ പാർസലായിട്ടാണ് വരുന്നത്. പാർസൽ വരുന്ന സമയത്ത് ഇവിടുന്ന് ആ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പുഷ്പവും പഴങ്ങളും ഒക്കെ വാടാതെ ഉണ്ടായിരുന്നു. അവരിതൊന്നും വെച്ചിട്ടുമില്ല. വിഗ്രഹം പാർസലായിട്ട് അയക്കുന്നതല്ലാതെ പൂജിച്ചിട്ട് അങ്ങനെ അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിത്യാനന്ദ സ്വാമിക്ക് വേറെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടോ മറ്റു സ്ഥലങ്ങളിൽ? ഇഷ്ടം പോലെ ഉണ്ട്. കുമ്പളയിലുണ്ട് ഒരു ആശ്രമം, ഞാൻ പറഞ്ഞ ഉപ്പളയിലുണ്ട്, നിറയെ സ്ഥലത്തുണ്ട്. ആശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്രം വേണം, നിത്യാനന്ദ സ്വാമിയെ ഭഗവാനായി പ്രതിഷ്ഠിക്കണം, അങ്ങനെ ഒരു തോന്നലിലേക്ക് പോയത് എങ്ങനെയാണ്? അതെല്ലാം ഭക്തന്മാരുടെ സങ്കല്പമാണ്. ഇപ്പോൾ സ്വാമി എന്ന് പറഞ്ഞാൽ നിത്യാനന്ദ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കോണോ ലങ്കോട്ടി മാത്രം കൊടുത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കിരീടം വയ്ക്കുന്നുണ്ട്, സ്വർണ്ണമാല ഇടുന്നുണ്ട്, പിന്നെ അത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരു മൂർത്തിയാണല്ലോ, ഇത് എന്നൊരു പ്രതീകമാണല്ലോ. അതിൽ ഭക്തൻ്റെ സങ്കല്പം പോലെ ചെയ്യുന്നത്. അതാരും ഒരു പ്രാവശ്യം സ്വാമിക്ക് ഒരു രുദ്രാക്ഷമാലയിട്ട് വേറൊരു ഭക്തം എന്ന് പറഞ്ഞാൽ സ്വാമി രുദ്രാക്ഷമാലയിട്ടില്ല, ഇതെന്തിനാണ് കിട്ടുന്നത്? ഞാൻ ഏതൊരു ഭക്തൻ്റെ സങ്കല്പം, നമ്മൾ എന്തിനാണ് അതിനിത് പറയുന്നത്? സ്വാമി ഇപ്പോൾ ഒന്നും ചെയ്യില്ല, അയാളെ മനസ്സിലാക്കി തോന്നിച്ചിട്ട് അയാൾ ഇട്ടു. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടാതിരുന്നാൽ മതി. അതല്ലാതെ നമ്മൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുന്നത്. സ്വാമി എന്നോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അകത്തേക്ക് പോകാനാണ് സ്വാമി പറഞ്ഞത്. നിങ്ങളാരും തിരിച്ചറിയും. അങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ കാണണമെന്ന് സങ്കല്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് രാമകൃഷ്ണ പരമഹംസർ പറയാറുണ്ട്, ഇപ്പം തെളിഞ്ഞ വെള്ളത്തിലെ ആഴം കാണും. അതിൻ്റെ അടി കാണണമെന്നുണ്ടെങ്കിൽ ചലിക്കാതെ തെളിഞ്ഞ വെള്ളം, ശുദ്ധജലമായിരിക്കണം. അപ്പോൾ അടിയിലുള്ളതും കാണും. അതിൽ ചെറിയ പരക്കല്ലിട്ട പോലെ അത് ഓളം വരുമ്പോൾ വ്യക്തമാവില്ല. അതുപോലെ നമ്മൾ ആയിരങ്ങൾ വെച്ചിട്ട് നമ്മൾ കലക്ക വെള്ളം നമ്മുടെതെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തേക്ക് ഇത് തെളിയാൻ തന്നെ കുറേയൊക്കെ പാടുണ്ട്. ഇത് തെളിഞ്ഞ് വന്നിട്ട് ഇതിലൊരു ചൈതന്യം തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാനെല്ലാം മനസ്സിലാക്കിയെടുത്തേക്ക് ഒരു അര സെക്കൻഡ് കിട്ടിയെങ്കിൽ ഭാഗ്യം. നമുക്കങ്ങനെ ഒരു നിശ്ചലമായിട്ട് മനസ്സിൽ നിർത്താൻ പറ്റുമെങ്കിൽ അത് മഹാഭാഗ്യമാണ്. പക്ഷെ അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഭഗവാൻ തുല്യമായിട്ട് കരുതുന്നു നമ്മളെല്ലാവരും ഇവിടെ വിശ്വാസികളെല്ലാം. ഈ എന്താണ് നിലവിലുള്ള പ്രശ്നം, അത് പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, എവിടെയാണ് തടസ്സം, എന്നിട്ട് നമുക്ക് ആ തടസ്സം കണ്ടുപിടിക്കാൻ പറ്റാത്തതും പരിഹരിക്കാൻ പറ്റാത്തതും എന്താണ്? ഈ സംഗതി ഞാൻ തന്നെ ഭഗവാനോട് ചോദിക്കാം. ലോകത്തിൽ മുഴുവൻ ആളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്കുന്നുണ്ട്, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ത് തീർക്കാത്തത്? അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ശരിയായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഈ രാക്ഷസന്മാർ ഇതുകൊണ്ട് നമ്മുടെ കടഞ്ഞതറിയില്ലേ, അമൃതിന് വേണ്ടിയിട്ട് അമൃതിന് കടയുന്ന സമയത്ത് എല്ലാ ദേവന്മാരും എല്ലാവരും ഒത്തുവെക്കും. എത്ര കഷ്ടപ്പെട്ടു. അതുപോലെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാമി ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്വാമിയുടെ സാന്നിധ്യമുള്ള സ്ഥലമായത്. മേലെ നിങ്ങൾ പോയാൽ സ്വാമിയുടെ ഒരു പാതകം വെച്ചിട്ടുണ്ടാവും, മാർബിളിൻ്റെ. അത് ആ പാതകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ചെരുപ്പിടാതെ നടന്ന് നമ്മുടെ കാലിൽ എങ്ങനെയാണ് ഒരടയാളം വരും, തഴമ്പ് വരില്ലേ, അതേപോലെ തഴമ്പ് അതിലുണ്ട്. ചില പ്രകൃതിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, ഒന്നുമായിരിക്കും. ഇത് കെമിക്കലൊന്നുമല്ല, ആരും ആക്കിയതുമല്ല. അങ്ങനെ വന്നിരിക്കുന്നത് നമുക്കുള്ള സൂചനയായിരിക്കാം, എടോ ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. അതും ആവാം. അത് ഭക്തൻ്റെ സങ്കല്പം പോലെയാണ്. അതുകൊണ്ട് സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്നുവെച്ചാൽ എന്നോട് ഒരു അനുഭവം ഞാൻ പറയാം. ഒരാൾ എപ്പോഴും വന്നിവിടെ ഇരിക്കും, ഒരു ജെൻ്റൽമാൻ. അപ്പോൾ ഞാൻ ചെയ്ത് പുറത്തായിരിക്കാം. ഞാൻ ചെയ്ത് നിങ്ങളെന്താ കുറേ ദിവസമായില്ല നിങ്ങളെ കാണുന്നത് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു എക്സ് മിലിറ്ററിയാണ്, ഞാൻ നല്ലോണം മദ്യപിക്കും.
അപ്പോൾ അത് നിർത്തണമെന്ന് കുറേ പാടുപെട്ടു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരാളെ ഇരിക്കുന്നുണ്ട്. ഞാൻ അയാളോട് അങ്ങനെ ഫ്രണ്ട്സായി ചോദിക്കും, പറഞ്ഞു എന്താണെന്ന് ചോദിക്കും, പറഞ്ഞു ആ പറഞ്ഞു ഞാൻ വലിയ മദ്യപാനിയായിരുന്നു, ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മാറുന്ന ഒരാൾ പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് വരുന്നു, ഇപ്പം ഞാൻ നിർത്തി, 2 വർഷമായി നിർത്തിയിട്ട് തീരെ. അതുകൊണ്ട് ഞാനും അതേ വഴി തുടങ്ങി. അങ്ങനെ ഞാൻ ഇതാക്കി കുറേ ദിവസം വന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി, വെള്ളം കഴിക്കാതെ തന്നെ കുറേ നാളിരുന്നു. പിന്നെ ഒരു ദിവസം തോന്നി ഇന്ന് കുറച്ച് മദ്യപിച്ചാലെന്താ എന്ന് വിചാരിച്ച് ഞാൻ നേരെ ബാറിലേക്ക് പോയി. ബാറിലേക്ക് പോയിട്ട് അവിടെ എത്തി കുറേ നേരം ഞാൻ പുറത്ത് നിന്നു. കുറേ സംശയിച്ചിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നോക്കിയിട്ട് അവിടെ നിന്ന സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞാൻ വേറെ ബാറുണ്ട് അതിൻ്റെ അപ്പുറം, അവിടത്തേക്ക് നടന്നു. അവിടെയും നടന്ന് കുറേ സമയം അവിടെ നിന്നു. 1 മണിക്കൂറോളം പുറത്ത് നിന്നു. പരിചയക്കാരെല്ലാം വിളിച്ചു, പലയാളും ഈ കമ്പനി ഉണ്ടാവുമല്ലോ, വിളിച്ചു, ഒന്നും പോയില്ല. അവിടുന്ന് തിരിച്ച് ഞാൻ കുറേ നേരം നിന്നിട്ട് വേണ്ടാന്ന് വെച്ച് തിരിച്ച് ആദ്യത്തെ ബാറിലേക്ക് വന്നു. അവിടെയും കുറേ നേരം നിന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ബിവറേജിൽ പോയി. ബിവറേജിൽ അവിടെ നിന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സ് അതിൻ്റെ അകത്ത് പോയാൽ അനുവദിക്കുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. ഇതാണ് അനുഭവം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പല നമ്മൾ അറിയാത്ത അനുഭവമുള്ള പല ആൾക്കാരുണ്ട്. ഇതൊരു സന്ദർഭം കൊണ്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു പ്രത്യേകിച്ച് എൻ്റെ ഇതിലെന്താ വെച്ചാൽ എൻ്റെ എല്ലാം കണക്ക് കൂട്ടൽ സ്വാമി ഒന്ന് മനസ്സിൽ കണ്ടാൽ അത് ഉറപ്പാണ്, അത് നടക്കും. പക്ഷെ ഇന്നുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഈ കലിയുഗത്തിന് അതിപ്രസക്തി, അതെ ശക്തിയുണ്ട് കലിയുടെ. അതുകൊണ്ട് ധർമ്മം വിജയിക്കണം കുറച്ച് പാടുണ്ട്. അത് പരീക്ഷിച്ച് ഇങ്ങനെ ഇട്ട് തേച്ച്, ഞാൻ പറഞ്ഞില്ലേ അമൃത് കടഞ്ഞ പോലെ ഇട്ട് ഒരു പാമ്പ് അതിൽ കയറാവണം, ദേവന്മാരും അസുരന്മാരും എല്ലാ ശക്തികളും ഒന്നാവണം, അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പരീക്ഷണമായിരിക്കും. അല്ലെങ്കിൽ ഞാനൊന്നും ഇതിൽ വരേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഞാനിവിടെ സാധാരണ ഭക്തനായിട്ട് വന്നതാണ്. ഏതോ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വന്നു, അതിനുശേഷം ഈ ഒരു അവസ്ഥയിലെത്തി. പക്ഷെ പ്രശ്നം മനസ്സിന് വലിയ ദുഃഖം തരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സമാധാനത്തിന് വേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് ഈ നടത്തുന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ശരിയായിട്ട് പറഞ്ഞാൽ ഒരു നല്ല ലക്ഷണമല്ല. എന്നാലും ഭഗവാൻ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ഞാനും ചോദിക്കാറുണ്ട്. എല്ലാവരും പ്രശ്നം തരുന്നത് നിങ്ങളുടെ ഈ സ്ഥലമെങ്കിലും അങ്ങനെ ഇല്ലാതാവണ്ടേ. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല, കിട്ടുമായിരിക്കും. നിത്യാനന്ദ സ്വാമിജി ആരാധിക്കുന്നത് അങ്ങനെ ആരെയായിരുന്നു? അങ്ങനെ ഒരു സങ്കല്പം അല്ലെ ധ്യാനിച്ചത് ആരെയായിരുന്നു? ഇപ്പം നമുക്ക് രമണ മഹർഷിയാണ്. രമണ മഹർഷി ഒരു കാലഘട്ടം മുഴുവനും തിരുവണ്ണാമലയിൽ തിരുവണ്ണാമല ഈശ്വരനെ അപ്പം അതുപോലെ ഏതെങ്കിലും കൃഷ്ണനെ ആരാധിച്ചിട്ടുണ്ട്, കാളി ആരാധിച്ചിട്ടുണ്ട്, അതേമാതിരി വജ്രേശ്വരിയിൽ അവിടെ ദേവിയെ ആരാധിച്ചിട്ടുണ്ട്. പിന്നെ രമണ മഹർഷിയും നിത്യാനന്ദ ഭഗവാനും വ്യത്യാസമുണ്ട്. രമണ മഹർഷി ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ലൈനിലുള്ളതാണ്. ഇദ്ദേഹം ഒരു ശരിയായിട്ട് പറഞ്ഞാൽ അവധൂതനാണ്, അവധൂതനാണ്. ഇതൊക്കെ നിയമങ്ങളൊന്നുമില്ല, ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യൂല. പല 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 അനുഭവങ്ങൾ ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീലാകൃഷ്ണൻ നായർ, ലീല ഹോട്ടൽ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അവരുടെ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം മിലിറ്ററി ക്യാപ്റ്റൻ കൃഷ്ണൻ നായരാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒരു ജോലി കിട്ടിയിരുന്നു വിദേശത്ത്. അദ്ദേഹത്തിൻ്റെ അളിയനുണ്ട് രവീന്ദ്രൻ നായർ എന്ന് പറഞ്ഞ്, നിത്യാനന്ദ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അദ്ദേഹം ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ജോലി കിട്ടിയ സമയത്ത് ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന അഭിപ്രായം ഇങ്ങനെ, എനിക്ക് വിദേശത്ത് ജോലി കിട്ടിയിട്ടുണ്ട്, ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിയോട് ചോദിച്ചിട്ട് പോകാൻ. അങ്ങനെ നിത്യാനന്ദ ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വേണ്ടടോ, നീ പലയാൾക്കും ജോലി കൊടുത്തിട്ട് പോകുന്നവനാണ്, അതുകൊണ്ട് വേണ്ട, ഇപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യുന്നു. അദ്ദേഹം ചെറിയ തോതിൽ ഹാൻഡും അതിനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടായത് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം പിന്നെ വലിയ നമുക്കറിയാലോ പ്രശസ്തമായിട്ടുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തിയാണ്. ആ തരത്തിൽ സ്വാമിയുടെ ഉപദേശം കിട്ടിയവരെല്ലാവരും വലിയ ആൾക്കാരായിട്ടുണ്ട്. അവർ സമ്പന്നന്മാരാണ്, കോടീശ്വരന്മാരാണ്. സ്വാമിയോട് ഭക്തി ഇന്നും അവർക്ക് നിറഞ്ഞ ഭക്തി ഇന്നും ഉണ്ട്. പിന്നെ സ്വാമി ആരാണ് പ്രാർത്ഥിച്ച് വെച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ ശാസ്ത്രപ്രകാരം നമുക്കൊന്നും മൂർത്തിയില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പം. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തോ? മനു എന്ന് എഴുതണ്ടേ, 2 അക്ഷരം എഴുതണ്ടേ, മാനു എന്ന് എഴുതണ്ടേ? അതൊരു വിഗ്രഹമല്ലേ? ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ സത്തറിയുന്നതുകൊണ്ടല്ലേ മാന്ന് വായിക്കാൻ പറ്റുന്നു. നൂ എന്നുള്ളതും അങ്ങനെയാണ്, ഒരു മൂർത്തിയാണത്, ഒരു രൂപമാണത്. അതിൻ്റെ സത്തറിയുന്നതുകൊണ്ട് മനു എന്ന് വായിക്കാൻ പറ്റുന്നത്. ഈ രണ്ടും ചേർത്ത് വായിച്ചാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കൂലേ? അപ്പോൾ അതൊരു മന്ത്രമായി, അവിടെ ചലിപ്പിക്കാൻ പറ്റും അതിന്. അതുപോലെയാണ് ഇത്. ഇവർ വയ്ക്കുന്ന മൂർത്തി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്, മനസ്സിലായി? അവരെ മൂർത്തി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട്
ഇതെല്ലാം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അവരെ മനസ്സ് എപ്പോഴും എന്താ പറയുക പൂർണ്ണചന്ദ്രനാണ്, അതിൽ യാതൊരു അടയാളങ്ങളുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടുത്തെ തന്നെ ഒരു അനുഭവമുണ്ട്. സ്വാമിയെ കാണാൻ വേണ്ടി ഒരു ഇവിടെ മുസ്ലിം ഭക്തന്മാർ നിറയുണ്ട്. മൈസൂരിലെ ഒരു ആശ്രമമുണ്ട്, അതൊരു മുസ്ലിം തന്നെയാണ്, ഭാര്യയും ഭർത്താവ് തന്നെ നടത്തുന്നത്. അപ്പോൾ സ്വാമിയുടെ കാലത്തിൽ, സ്വാമിയുടെ ചരിത്രത്തിൽ ഒരു മുസ്ലിം വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു ഞാൻ ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു എന്തിനാണോ ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞു. അല്ല ഒരു ആഗ്രഹം, പോയിട്ട് നന്നായിട്ട് വന്നു പറഞ്ഞു. പോയിട്ട് വന്ന് സ്വാമിയെ കണ്ടിട്ട് പറഞ്ഞു കണ്ടോന്ന് വെച്ചു, പോയോന്ന് വെച്ചു. പോയി എന്താ കണ്ടു വെച്ചു, അവിടെ പോകുമ്പോൾ അവിടെയും സ്വാമിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണ് എന്താ വെച്ചാൽ ഇത് ഏതാണോ സങ്കല്പം അതാണ് വരിക, ഇതിനൊരു രൂപം കാര്യമില്ല. രാമകൃഷ്ണ ഗുരുദേവൻ പറയുന്ന പോലെ കിണ്ടിയിലെടുത്ത് പോയിട്ട് കടലിൽ സമുദ്രം വെള്ളം എടുത്താലേ അത് കിണ്ടിയുടെ രൂപത്തിൽ വരും, പൈപ്പിലെടുക്കുന്ന പൈപ്പിൻ്റെ രൂപത്തിൽ വരും, ഒരു ഗോളത്തിലെടുക്കുന്ന ആ രൂപത്തിൽ വരും. ഇതെല്ലാം ഇതെല്ലാം തിരിച്ചറിയാനുള്ള സ്ഥലമാണ് ഇതിൻ്റെ അകം. എന്താണ് ഭക്തി, എന്താണ് ഈശ്വരൻ, എന്താണ് ശക്തി, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സ്ഥലമാണ് ഇത്. അത് ഇവിടുന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ അകത്തുനിന്ന്. ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അതിനെങ്ങനെയെങ്കിലും നിങ്ങൾ ആ സ്പ്രിങ്ങൊക്കെ ഒന്ന് കറക്കിയെടുത്ത് ഇത് വെച്ചാൽ ഇപ്പോൾ മനുഷ്യന്മാർ സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പറയാം, ഞാൻ ഇന്ന് കാലത്ത് ടിഫിൻ കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കണം അത്രേ, നിങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നേ കഴിക്കാതെ 3 മണിക്ക് ശേഷം പോകും, കഴിച്ചില്ല. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് ഞാൻ ജപിച്ചില്ല ധ്യാനിച്ചില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുമോ? ഇല്ല. എല്ലാത്തിനും നമ്മൾ വിളിക്കുന്ന ദൈവത്തിനെയാണ്. ആ ദൈവം ഇടയ്ക്കുള്ള അകത്താണ്. അതിന് എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ. ഒരു ദിവസേന ഒരു ചൊട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മൾ ശരീരത്തിനെ പോയിട്ടിട്ട് നടക്കുകയെന്ന്. ഇതാണ് വലിയ കാര്യമായിട്ട് നടക്കുന്നത്. ഇതിൽ നിന്ന് വരുന്നതെല്ലാം വലിയ ഇതും നമ്മൾ അതെല്ലാം നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളൊരു ആത്മാവുണ്ടെന്നും ആത്മാവിന് ശരിയായിട്ട് ശക്തി വേണമെന്നും. എന്തുകൊണ്ട് ഇന്ന് ആത്മഹത്യ ഇതൊക്കെ നടക്കുന്നത്? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഈ പുറത്ത് കാണുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മനോബലമില്ല ഇപ്പോൾ ആർക്കും. മനോബലം കിട്ടണമെന്നുണ്ടെങ്കിൽ രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥ പറഞ്ഞ് അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ശക്തി കിട്ടും. ആ ശക്തിക്ക് വേണ്ടിയ കേന്ദ്രബിന്ദുവാണ് ഈ കാണുന്നത്. അതുകൊണ്ട് സ്വാമി നമുക്ക് തന്നിരിക്കുന്നത് അമൂല്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, വേദസാരമാണ്, ഭഗവത്ഗീതയാണ്. എന്താണോ നിങ്ങളാക്കി വളർത്താൻ വേണ്ടി ഇന്ന് ഭൗതികമായിട്ട് ആധ്യാത്മികമായിട്ടും സംഗതികളുണ്ടോ അതൊക്കെയാണ് ഈ സംഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിത്യാനന്ദ സ്വാമിയുടെ നിരവധി ശിഷ്യന്മാർ ഇവിടെ ദിനംപ്രതി വരുന്നുണ്ട്. എന്താണ് അവർക്ക് ഈ ആശ്രമം ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ? നിത്യാനന്ദ സ്വാമിയുടെ ഒരു ശിഷ്യനും ഇവിടെ വരുന്നില്ല, സ്വാമിക്കൊരു ശിഷ്യരുമില്ല. ഭക്തന്മാർ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അവർക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഈ ആശ്രമത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭക്തന് 3 ദിവസം താമസിക്കാം. അവർക്ക് താമസിക്കാൻ സൗകര്യം റൂം കൊടുക്കും. അതേമാതിരി രാവിലെ ചായ കൊടുക്കും, പിന്നെ ടിഫിൻ്റെ സമയത്ത് ടിഫിൻ കൊടുക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും, 3 മണിക്ക് വൈകുന്നേരം ചായ കൊടുക്കും, രാത്രി ഭക്ഷണം കൊടുക്കും. അത് നിന്നിട്ട് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ച് പോകണം. അപ്പോൾ അങ്ങനെ വരുന്നവരെയൊക്കെ ഞങ്ങൾ 2 കൈയും കൊണ്ട് സ്വീകരിക്കും. പക്ഷെ അല്ലാതെ വെറുതെ സൗകര്യമായിട്ട് ചിലവർ വിചാരിക്കുന്നത് മുഖാമ്പി പോകുമ്പോൾ ഇവിടെ നിന്നാലും എളുപ്പമാണ് പിറ്റേ ദിവസം പോകാൻ. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല, അവരെ നമ്മൾ വലിയ താല്പര്യം എടുക്കാറില്ല. അത് ചിലപ്പോൾ ഈ കമ്മിറ്റിയുടെ മോശമാണെന്നൊക്കെ പറയും അവർ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം നിങ്ങൾ ഭഗവാനെ ധ്യാനിക്കാനോ അതിനാണ് വരുന്നതെങ്കിൽ ഓക്കെയാണ്, നിങ്ങളൊന്നും വേണ്ട. അല്ലാതെ ഒരു ഇടത്താവളാക്കുന്നതിൽ വലിയ ഇഷ്ടവും താല്പര്യമൊന്നുമില്ല. അത് നമ്മൾ കുറച്ച് ഇതായിട്ട് പറയുമ്പോൾ ചിലവർക്ക് അവർ കാണുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ആശുപത്രി പോകണം, ഇവിടെ നിന്നാൽ പിറ്റേ ദിവസം ട്രെയിനിന് പോയാൽ എളുപ്പമായി. അങ്ങനെ അതിനോട് നമുക്ക് യോജിപ്പില്ല. പിന്നെ ആനന്ദാശ്രമമുണ്ട്, അവിടെയുള്ള ഭക്തന്മാർ വന്നാൽ അവർ ഇങ്ങോട്ട് ധ്യാനിക്കാൻ വേണ്ടി വരും. അതേപോലെ ഇവിടെ വരുന്ന ഭക്തന്മാർ നമ്മൾ ആനന്ദാശ്രമത്തിൽ പോകും. ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിലാണ്, 931 കാലഘട്ടത്തിലാണ് ആനന്ദാശ്രമം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ലിങ്കാണ്. അതേമാതിരി രമണ മഹർഷിയുടെ സമയം ഇതേ കാലഘട്ടമാണ്. കുറേ മഹാത്മാക്കൾ ആ സമയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു നല്ല സമയമായിരുന്നു അത്. നിറയെ ഭക്തന്മാർ വരുന്നത് വെച്ചാൽ അവരെ പ്രശ്നത്തിന് തന്നെയാണ് വരുന്നത്. പല പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉണ്ടാവും. അതേമാതിരി അവർക്ക് മനസ്സിലൊരു ഇപ്പോൾ ശബരിമലയ്ക്ക് കോടിക്കണക്കിന് ആൾക്കാർ പോകുന്നുണ്ട്. 40 വർഷം 50 വർഷം തുടർന്ന് പോകുന്നവരുണ്ട്. അതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ അത് ആ സമയമാകുമ്പം അത് വരും. നമ്മൾ ഈ ആശ്രമത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ സംസാരിച്ചപ്പോൾ താങ്കൾ ഒരു ദുഃഖം ഷെയർ ചെയ്യുകയുണ്ടായി. ഞാനിത് പൂർണ്ണമായിട്ടും താങ്കളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ആ ദുഃഖത്തിന് അടിസ്ഥാനമില്ല, ഇത് ആപ്റ്റായ ആളുകളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ദൈവിക ചൈതന്യം
അത് താങ്കളിലൂടെ അത് സത്യസന്ധമായിട്ട് നിലനിൽക്കുന്നെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ താങ്കളുടെ വിഷമങ്ങൾ അത് എന്താണോ അത് ഭഗവാൻ പൂർത്തിയാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോട് സഹകരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി എന്തെങ്കിലും പറയാനെന്താ വെച്ചാൽ മനുഷ്യന്മാർ ഇപ്പം ശിവപുരാണത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഈ ഭസ്മാസുരന് വരം കിട്ടുന്നത്, ഭസ്മാസുരൻ ആദ്യം തപസ് ചെയ്ത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവ് ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഭസ്മാസുരൻ പറഞ്ഞ് ഇങ്ങനെയും കണ്ടീഷൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നമുക്ക് നടക്കില്ല. പിന്നീട് വിഷ്ണുവിനെ തപസ് ചെയ്തു. വിഷ്ണുവിൻ്റെ അടുത്ത് തപസ് ചെയ്ത് വിഷ്ണു പറയുമ്പോൾ കണ്ടീഷൻ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ജീവൻ നടക്കില്ല, ഇത് മഹേശ്വരനാണ് വരുന്നത്. അങ്ങനെ ഭസ്മാസുരൻ മഹേശ്വരൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇത് രണ്ടാളെയും കണ്ടു, അവർക്കില്ല, മഹേശ്വരനാണ്, നിങ്ങളാണ് എല്ലാത്തിൻ്റെ ആൾ, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ മഹേശ്വരന് കുറച്ച് അഹങ്കാരം വന്നു മനസ്സിൻ്റെ അകത്ത്. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുത്തു. അനുഭവം എന്താ ഉണ്ടായത്? അതുപോലെ ഒരാളെ ഭംഗി വാക്ക് പറയുന്ന സമയത്ത് എനിക്ക് ഭയമാണ്. എങ്ങനെയെന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ ശത്രുവാണത്. കാരണം വെച്ചാൽ മനുഷ്യന് അഹങ്കാരം വരുന്നത് അവൻ അറിഞ്ഞും കൊണ്ടല്ല, അറിയാതെ വരുന്നതാണ്. സമൂഹം സ്വീകരിക്കുന്ന സമയത്ത് അവരെ മനസ്സിൽ ചില ഇത് വരും, നമ്മൾ അറിയാതെ വരും. ഇപ്പോൾ അച്ഛനായാലും മക്കളായാലും ആരായാലും നമുക്കൊരു സ്ഥാനം കിട്ടുമ്പം ആ സ്ഥാനത്തിന് മേൽ അഹങ്കാരം വരും. ഇതൊക്കെ കളയാനുള്ളൊരു സ്ഥലമാണ് ഈ ഗുഹ. ഇത് വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഇത്. ഏറ്റവും ഒരു മനുഷ്യൻ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്ക് ചുരുട്ടിട്ടാണ്, കൈ ചുരുട്ടി. ഏതെങ്കിലും കുഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഫോട്ടോയിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? ഒരു കുഞ്ഞിങ്ങനെ വരില്ല, ഒരു കുഞ്ഞ് ഇങ്ങനെയും വരില്ല, ഇങ്ങനെയാണ് വരിക. കാരണം വെച്ചാൽ പൂർവ്വജന്മത്തിലെ പാപവും പുണ്യവും കൊണ്ടാവും വരുന്നത്. അതുകൊണ്ട് അത് അവൻ്റെ കൂടെ ഉണ്ടാവും, അത് കളയില്ല. അഹെന്ന് പറഞ്ഞാൽ എന്താ? ഞാനുള്ള ഭാവമല്ലേ, അത് പോയാലും നിന്ന് കാണും. സ്വാമി ഇതൊന്നുമില്ലാതെ വേറെ കോണം കൊടുത്തിട്ട് എന്തിനാണെന്നേ? ഒരു ഭാവവുമില്ല, ബ്രഹ്മാണ്ടാണ്, ബ്രഹ്മമാണ്. ആ ഒരവസ്ഥ സ്വാമിക്ക് വരാൻ കാണുന്നത് എത്രയോ കാലത്തെ തപസ്സിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കിട്ടിയ. പിന്നെ അവർക്കൊരു ശുശ്രൂഷ വേണ്ട, പൂർണ്ണരൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങളുടെ വിശ്വാസം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് മനുഷ്യനെ നന്നാക്കാൻ ആവില്ല. ഭയമാണ് എനിക്കത് അങ്ങനെ പറയുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ അറിയാതെ ഇപ്പോൾ നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്തൊരു പുഞ്ചിരി ഉണ്ടാവും, പുറത്തൊന്നും കാണില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചെന്നാലും ഉള്ളൊന്ന് വികസിക്കും. വെറും ദുഷ്ടനാന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും മനസ്സൊന്ന് ചുരുങ്ങും. അതിൽ ഈൻ്റെ സംഗതിയാണ്. അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ടുള്ള പാടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നുള്ള ബാക്കി മൂർത്തിയും കാര്യമല്ല. ഞാൻ സാധാരണ പറയാണ്ട്, ഞാൻ എൻ്റെ ശരിയായിട്ട് പറഞ്ഞാൽ ഞാൻ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വിശ്വാസം വരുന്നത് മൂർത്തിയുടെ തെയ്യം എന്ന് പറഞ്ഞാൽ കോട്ടയത്തില്ലാത്തൊരു സംഭവം കൂടെ ഉണ്ട്. തെയ്യങ്ങളാണ്. അപ്പോൾ ഒരു വീട്ടിലൊരു ക്ഷേത്രമാണ്, ഒരു കുടുംബക്കാർക്കൊരു ക്ഷേത്രമാണ്. അവിടെ പല തരത്തിലെ മൂർത്തികളാണ്, കെട്ടിട്ടാടുന്നതാണ്, രൂപമാക്കിയിട്ട് കളിക്കലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്രകടമായിട്ടില്ല. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കല്ല നീക്കിയിട്ടാണ് ഒന്നെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, വാല്യൂ മനസ്സിലാക്കി. അത് മാറി മാറി എവിടെത്തും? പിന്നെ 2, 2, 4, 10 ഇങ്ങനെയൊക്കെ പഠിക്കും. ഇതൊക്കെ കോളേജിലെത്തുമ്പോൾ ഈ അക്കങ്ങളേ ഇല്ല. പിന്നെയല്ലേ എംബ്ലങ്ങളാണ്, ചിഹ്നങ്ങളാണ് അല്ലേ? അതുപോലെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഭക്തി അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ആരംഭത്തിൽ ഇതൊക്കെ വേണ്ടി വരും, തെയ്യോ കാര്യമോ. അതിൽ നിന്ന് വന്ന് വിഗ്രഹത്തിലേക്ക് എത്തും. വിഗ്രഹവും കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് പോകാൻ്റെ ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഈ സംഗതി ഉള്ളത്. പക്ഷേ നമ്മളെല്ലാവരും നിന്നിടത്ത് തന്നെ എളുപ്പ വഴിയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ എളുപ്പ വഴിയാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ പൊതുവേ മലയാളികൾ പ്രത്യേകിച്ചിട്ടും അപൂർവം ചിലർക്ക് മാത്രമേ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം കിട്ടും. പക്ഷേ ഇന്ന് എനിക്ക് തെയ്യത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ എങ്ങനെയാണ് ആ വഴിക്ക് വന്നത് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇതിനൊന്നും എതിർക്കാനുള്ള യാതൊരു അധികാരവും നമുക്കില്ല. ഇപ്പോൾ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ വേണ്ടി 3 ഉള്ള വണ്ടിയില്ലേ, ആ വണ്ടിയിൽ തന്നെയാണ് PT ഉഷയും പഠിച്ചിരിക്കല്. പക്ഷേ അവരെന്തെല്ലാം ചെയ്യുന്നു? അതുകൊണ്ട് ആ വണ്ടി വേണ്ടാന്ന് പറയാം. അവരെ കൊച്ചിന് വേണ്ടത്. അതുപോലെ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൽ കാണുന്ന ഈ എല്ലാ സംഗതിയും പൂർണ്ണമാണ്. ഇപ്പോൾ സാധാരണ പറയും, ഒരു വലിയ സമുദ്രത്തിൻ്റെ അടിയിൽ പോയാൽ മണ്ണ് കിട്ടും, മണ്ണിൻ്റെ അടിയിൽ പോയാലേ വെള്ളം കിട്ടും. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമാണ്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ശരിയായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവന് വേണ്ടിയ ഇത് സാധന ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആ ഗുഹയിൽ ഒന്നും ചിന്തിക്കാതെ. സാധാരണ ഈ വിഷയത്തിൽ പറയേണ്ടത്
പറയുന്നത് ഇരുത്തം വരണം എന്ന് പറയും. ഒറ്റയടിക്ക് പറയുമ്പോൾ എന്താ ഇരുത്തം വരണം എന്ന് പറഞ്ഞാൽ പക്വത വരണം എന്നുള്ളതല്ല, അടങ്ങിയിരിക്കാൻ അറിയണം. നമ്മളെല്ലാം ക്ഷേത്രത്തിൽ കെട്ടിയ ആന പോലെയാണ്. ഒന്നുകിൽ കയ്യാട്ടും അല്ലെങ്കിൽ വാലാട്ടും അല്ലെങ്കിൽ ചെവിയാട്ടും അനങ്ങാതെ നിൽക്കുക. ആന കണ്ടിട്ടില്ലേ നമ്മൾ? എപ്പെങ്കിലും അത് ഒന്ന് അനങ്ങാതെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അതിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് അതുപോലെയാണ്. അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി ഞാൻ പറയുന്നത് ഗുഹയാണ്. ഈ ഗുഹയാണ് ഇതിൻ്റെ എല്ലാം. അതിപ്പം നമ്മൾ പരമാവധി എല്ലാവർക്കും വന്ന് ഇരിക്കാനും വയ്ക്കാനുള്ള ഒരു സൗകര്യത്തോടു കൂടി ഇന്നതിനെ വൃത്തിയിൽ വെച്ചിരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. പിന്നെ എത്രയും കാലം ഇത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത്ര കാലം ചെയ്ത് എന്തോ നമ്മൾ ചെയ്തൊരു പുണ്യത്തിൻ്റെ ഫലമായിരിക്കും. അല്ലാതെ അതിൽ നോക്കി എന്നല്ല പറ. എന്തായാലും വളരെയധികം സന്തോഷവും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ. സന്തോഷം.